നമസ്കാരം. അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് MESന്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. നമസ്കാരം ഡോക്ടർ. ദൈവദശകത്തിൻ്റെ അനുസ്മരണ പരിപാടിയിൽ ശിവഗിരിയിൽ പങ്കെടുത്തിട്ടാണ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. താങ്കളുടെ പല ചെയ്തികളും സ്വന്തം മതത്തിൽ നിന്ന് വിമർശിക്കപ്പെടുന്നുണ്ട്. ഇത് പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തുവോ? തീർച്ചയായിട്ടില്ല. കാരണം ചില ഗുരു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിൻ്റെ ആളായിട്ട് ആരും കണക്കാക്കില്ല. അപ്പോൾ ഈ ദൈവദശകത്തിൽ തന്നെ പ്രത്യേകമായിട്ടൊരു ഇപ്പോൾ ശിവനെയോ അല്ലെങ്കിൽ വിഷ്ണുവിനോ പ്രകീർത്തിച്ചിട്ടുള്ള ദൈവം എന്നുള്ളതാണ്. അതായത് അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇസ്ലാമിക് കൺസെപ്റ്റും അങ്ങനെ തന്നെയാണല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള, അള്ളാഹു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ദൈവത്തിനെ ആര് സ്തുതിച്ചാലും എവിടെ സ്തുതിച്ചാലും അത് അംഗീകരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതിനെ വലിയ വിമർശനത്തിനുള്ള ഇതുണ്ട്. പക്ഷേ താങ്കളെ വിമർശിക്കുന്ന യാഥാസ്ഥിതികർ അത് അംഗീകരിക്കുന്നുണ്ടോ? അവർ ഗുരുവിൻ്റെ ദൈവദർശനം പങ്കിടുന്നുണ്ടോ? അല്ല, ഇതെല്ലാം ഞാൻ പറയട്ടെ. ഞാൻ MES പ്രസിഡൻ്റാണ്. MES ഒരു നവോത്ഥാന സംഘടനയാണ്. തീർച്ചയായും ഈ നവോത്ഥാന സംഘടനക്ക് അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഉദാഹരണമായിട്ട് സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് പള്ളിയിലെ കുത്തുബ, ഞങ്ങളുടെ പള്ളിയിലൊക്കെ കുത്തുബ മലയാളത്തിലാണ്, യാഥാസ്ഥിക വിഭാഗം അറബിക്കിലാണ്. അപ്പോൾ അത് വെറുതെ ഞാൻ പറഞ്ഞ RSSും CPM കൂടെ തല്ലുപിടിക്കുന്ന അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞാൽ മാതിരി അവർ വേറെയാണ്, ഞങ്ങൾ വേറെയാണ്. അവർ വിമർശിക്കുന്നതിനെ ഞാനത് ഒരു ക്രിയാത്മകമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നു. MES അതിൻ്റെ നവോത്ഥാന പാതയിൽ ഉറച്ചു തന്നെ നിൽക്കും. നിലവിളക്ക് കൊളുത്തി ദൈവദശകം കടലാസിൽ എഴുതി ചേർത്തുള്ള ഈ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ഒരു തെറ്റും അതിൽ കാണുന്നില്ല. കാരണം എന്ത് വിമർശനം വന്നാലും അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ഞാൻ പറയപ്പോൾ നിലവിളക്ക് വരുന്നത് നോക്കുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ നിലവിളക്ക് കൊളുത്തുന്ന ഫോട്ടോ മാതൃഭൂമിയിലും മനോരമ അദ്ദേഹം അതിനെ ഡിനൈ ചെയ്തില്ലല്ലോ. അതിന് മുസ്ലിം ലീഗ് എടുത്ത സമീപനം വെച്ചാൽ വിളക്ക് കൊളുത്തുന്നവർക്ക് കൊളുത്താം, വേണ്ടാത്തവർ കൊളുത്തണ്ട എന്നുള്ള സമീപനം എടുത്ത്. അതേമാതിരി തന്നെ ഞങ്ങളുടെ സംഘടനക്ക് ഇതിലൊരു സ്റ്റാൻഡുണ്ട്. വിളക്ക് കൊളുത്തുന്നതിൽ മതാചാരങ്ങളുടെ ഭാഗമായിട്ടാണ് വിളക്ക് കൊളുത്തുന്നതെങ്കിൽ ഞങ്ങൾ കൊളുത്തൂല അല്ലേ. ചുറ്റും ശ്ലോകങ്ങളും വെച്ചാൽ പൂജാരിമാരും അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ കൊളുത്തേണ്ട ആവശ്യമില്ല. അതേസമയം ഇപ്പം ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ് നേഴ്സുമാരുടെ ഞങ്ങളുടെ കോളേജിൽ തന്നെ ലൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പുതിയൊരു വിവാദം നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഘർ വാപ്പസി എന്നൊരു പരിപാടി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നു. കാലാകാലങ്ങളിൽ ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോയവർ എന്ന് അവർ പറയുന്നവരെ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. കൂട്ട മതം മാറ്റത്തിൻ്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു വിവാദമായിരിക്കുന്നു. പ്രതികരണം വളരെ സിമ്പിളാണ്. ഈ ഗർവാപ്പസി ആരൊക്കെ തിരിച്ചു കൊണ്ടുവരും? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ മാത്രം ഏകദേശം 40 കോടി ജനങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങൾ, SC STകൾ, ചില ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ, ഗിരിവർഗ്ഗക്കാർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ. അവരെയൊക്കെ ഗർവാപ്പസി നടത്തുമോ? ഗർവാപ്പസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫസൽ ഗഫൂറിനെ ഗർവാപ്പസി നടത്തേണ്ടി വരുമല്ലോ. കാരണം ഞാനും എൻ്റെ പൂർവികരും വിട്ടുപോയവർ തന്നെയാണല്ലോ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ടും നമ്മുടെ SHR കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഒരു 20-25% ആൾക്കാരുള്ളൂ ഏത് ഫോറിൻ ബ്ലഡുള്ള. അവർ ഷെയ്ഖ്, പത്താൻ, സയ്യിദ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തിൽ, റസൂലിൻ്റെ കുടുംബത്തിൽ, നബിയുടെ കുടുംബത്തിൽപ്പെട്ടവർ. ബാക്കി 80% ആൾക്കാരും അവർ പിന്നോക്ക ജാതികളിൽ നിന്ന് കൺവെർട്ടഡാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സംവരണ പോളിസി നിങ്ങൾക്കറിയാലോ, 2 പിന്നോക്ക മുസ്ലിം സംവരണമുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മൾ എത്ര പേരെ തിരിച്ചു കൊണ്ടുവരും? ഒന്ന്, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പറയുന്നത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ വിഭാഗം എന്ന് പറയുന്നത് ദളിത് ക്രിസ്ത്യാനികളാണ്. അതിനുള്ള പ്രശ്നം അത് ക്രൈസ്തവ മതത്തിലുള്ള പ്രശ്നമാണ്. എന്താണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നു, ബട്ട് അവരെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം, ഈ ദളിത് വിഭാഗങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ, ഇവിടെയൊക്കെ ഈ ആൾക്കാർ കൺവേർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പഴയ ഗോത്രം അല്ലെങ്കിൽ പഴയ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതേ ഇതിൽ ചേരി തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ട്? ഇവരെ കൊണ്ടുവന്നാൽ ഇവരുടെ ജാതി പദവി മാറുമോ എന്ന കാര്യം കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അതല്ല, തിരിച്ചുകൊണ്ടുവരുന്നതിൻ്റെ മാറ്റർ മാത്രമല്ല, അവർ ഒറിജിനലി നിൽക്കുന്നിടത്ത് അവരിങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടി? അതെ, അവർക്ക് സോഷ്യലായിട്ടൊരു ബെനിഫിറ്റും കിട്ടിയ സോഷ്യൽ ഓസ്ട്രൈസേഷൻ ആണല്ലോ നടക്കുന്നത് വെച്ചാൽ അത് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. അപ്പോൾ ദേ ആർ എ ഗുഡ് ടാർഗറ്റ് ഫോർ ദി സംഘപരിവാർ. മുസ്ലിമുകൾ ടാർഗറ്റല്ല ഇതല്ലേ. ഇത്തരത്തിൽ നടക്കുന്ന മതം മാറ്റം, ഘർവാപ്പസി എന്ന പേരിൽ നടക്കുന്ന പുനർമതമാറ്റം, അത് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണെന്ന് ന്യൂനപക്ഷ സമുദായങ്ങളുടെ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പങ്കിടുന്നുണ്ട് അത്? തീർച്ചയായിട്ടും ഞാൻ പങ്കിടുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ മുസ്ലിമുകൾക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അവർ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ മിസ്റ്റർ ചന്ദ്രശേഖരൻ തന്നെ അറിയാലോ, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നമ്മൾ കണ്ടോ ഇയാൾ പുതിയതായിട്ട് ഇസ്ലാമിൽ ചേർന്നാന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ ഒരേ ലെവലിൽ നിൽക്കുന്നത്. പക്ഷേ ക്രൈസ്തവ സമുദായത്തിന് ഇത് വലിയൊരു ഭീഷണിയാണ്.
എന്താ കാരണം വെച്ചാൽ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. ക്രൈസ്തവ സമുദായത്തിൽ തന്നെ ഇപ്പോൾ OBC, SC, SC, ഈ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് സംഘ് പരിവാർ ടാർഗറ്റ്, പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയാസിൽ. ട്രൈബൽ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് തന്നെയാണ് മാവോയിസ്റ്റ് ബെൽറ്റ്. ഈ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞ ഏരിയയിൽ ഇപ്പോൾ ഭയങ്കര സ്പ്ലിറ്റ് ഓപ്പണാണ്. കാരണം ഈ മതം മാറിയൊരു ഭാഗത്ത്, മതം മാറാത്തൊരു വേറെ ഭാഗത്ത് സംഘടിതമായി മതം മാറ്റുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ആൻഡ് പ്രാക്ടീസ് എന്നുള്ളത്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ സംഘടിതമായിട്ട് പോയിട്ട് മതം കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇഷ്യൂ. സംഘപരിവാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ പറയണമെന്ന് വെച്ചാൽ, ചില ക്രൈസ്തവ ഏരിയകളിൽ ഇവർ വളരെ ആക്ടിവിറ്റി ഉള്ളിടത്തൊക്കെ മിഷണറി വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ആ ഏരിയകളിലാണ് ഭയങ്കരമായിട്ട് കൺവേർഷൻ നടക്കുന്നതെന്നാണ് സംഘപരിവാർ അവർ പറയുന്നത്. അത് ശരിയാണെന്നാണോ പറയുന്നത്? കുറേയേറെ ശരിയാണ്. ഞാൻ അതിൻ്റെ വേറെ വിവാദത്തിലോട്ട് ഞാൻ വരാം. ജനതാ പാർട്ടിയുടെ ഭരണകാലത്ത് അന്ന് CPM ഒക്കെ ജനതാ പാർട്ടിയുടെ കൂടെ ഉണ്ട്. എല്ലാവരും അതായത് പിന്തുണ കൊടുക്കുന്നു. പണ്ട് നമ്മുടെ എമർജൻസിക്ക് ശേഷം OP ത്യാഗി എന്ന് പറഞ്ഞിട്ടുള്ള ആര്യ സമാജിസ്റ്റ് ആയിട്ടുള്ള BJP മെമ്പർ പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിച്ചു, പ്രൈവറ്റ് ബില്ല്. ഇന്നിവർ പറഞ്ഞ എല്ലാ കാര്യവും ആ പ്രൈവറ്റ് ബില്ലിലുണ്ട്. അപ്പോൾ ആ സമയത്ത് മദർ തെരേസ മൊറാർജി ദേശായിക്ക് ഒരു കത്ത് എഴുതി. എന്ത് പറഞ്ഞിട്ട്, ഇത് ശരിയല്ല, ഈ ബില്ല് അങ്ങനെയാണെന്ന്. എന്താ മൊറാർജി ദേശായി തിരിച്ചെഴുതിയെന്നറിയോ, നിങ്ങൾക്കിങ്ങനെ സേവനം നടത്തുന്നുണ്ടെങ്കിൽ നടത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഈ സേവനം നടത്തുന്ന ഏരിയകളിലൊക്കെ മതം മാറ്റത്തിൻ്റെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ ക്രക്സ് ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല. ഇപ്പോൾ കാരണം MESO അങ്ങനെ മുസ്ലിം സംഘടനകൾ എവിടെയൊക്കെ സേവനം നടത്തുന്നുണ്ട്, അവിടെയൊന്നും മതം മാറ്റമില്ലല്ലോ. അപ്പോൾ സേവനത്തെയും മതമാറ്റത്തെയും കൂട്ടിക്കുഴക്കുമ്പോഴാണ് ഇത് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹിന്ദു കമ്മ്യൂണൽ ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത്. കേന്ദ്രത്തിൽ BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിൽ സേവനവും മതം മാറ്റവും കൂടി നടത്തുന്ന പ്രവണതയിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പിൻവാങ്ങണം എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഞാൻ എന്താ പറയുക, നമ്മൾ വി ഹാവ് ടു ബി റിയലിസ്റ്റിക്. ഞാൻ എപ്പോഴും റിയലിസ്റ്റിക്കാണ്. ഈ റിയലിസ്റ്റിക് ആകുമ്പോഴാണ് ആൾക്കാർ എന്നെ വിമർശിക്കുന്നത്. ഞാൻ വരാൻ പോകുന്ന കാര്യങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇതും വിമർശിക്കാം, ഈ അഭിപ്രായവും വിമർശിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതുകൊണ്ട് താങ്കൾ പറയുന്ന ചില മൃദു ഹിന്ദുത്വ അഭിപ്രായങ്ങൾ എന്ന് ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. അല്ല, ഞാൻ മൃദു ഹിന്ദുത്വം വിമർശിക്കാൻ ഇടവരുത്തുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇതിനെ മൃദു ഹിന്ദുത്വം, ഞാനേതായാലും ഹിന്ദുത്വത്തിൻ്റെ ഒരു വ്യക്തമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന അവർ പറയുന്നതാണ് ഞാൻ പറയുന്നത്, അവരുടെ വിമർശനമാണ് ഞാൻ പറയുന്നത്. വൈദ്യർ അവർക്ക് വിമർശിക്കാൻ ഇട കൊടുക്കുന്നു. അല്ല, അവർ പറയുന്നത് ഇതാണ് ഇതിന് കാരണം, ഇത് നിങ്ങൾ നിർത്ത്. അവർ പറഞ്ഞത് ദെൻ ലെറ്റ് us come to a compromise. ഹിയർ ആഫ്റ്റർ ദർ ഷുഡ് നോട്ട് ബി ആൻറ്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കാൻ. ഞാൻ പറഞ്ഞ OP ത്യാഗി ബില്ലിന്. അപ്പോൾ OP ത്യാഗി ബില്ലോ അല്ലെങ്കിൽ ഇവർ കൊണ്ടുവരാൻ പോകുന്ന ബില്ലും ഒക്കെ ഉദ്ദേശം വളരെ സിമ്പിളാണ്, ഇത് തടയാന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ചോദ്യം മറിച്ചാണ്. നൗ ഐ എം കമ്മിങ് ടു യുവർ പോയിൻറ്റ്. ഈ ദളിത് SC/ST വിഭാഗങ്ങൾക്കൊരു റൈറ്റ് ഇല്ല ഈ രാജ്യത്ത്. അവർ കാലാകാലം ഇവരുടെ സവർണ ഹിന്ദുയിസം അല്ലെങ്കിൽ സനാതനധർമ്മം അല്ലെങ്കിൽ ആര്യധർമ്മം അല്ലെങ്കിൽ ആ വാക്കുകൾ പല വാക്കുകൾ ഞാൻ ഉപയോഗിക്കാം, മനസ്സിലല്ലേ, ഇവരുടെ കാൽ കീഴിൽ നിൽക്കുന്ന മനു പറഞ്ഞ മാതിരി കാലിൻ്റെ കീഴിൽ നിന്ന് വന്നവൻ, മനസ്സിലല്ലേ, ശൂദ്രൻ, തലേന്ന് വന്നവൻ ബ്രാഹ്മൺ, മനസ്സിലല്ലേ, അത് ആ ഫിലോസഫി തന്നെ നിൽക്കുകയും നിങ്ങൾ ഞങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്നേ പറ്റൂ, ഞങ്ങൾ പറയണ കേട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ഞാൻ സീതാറാം മാഞ്ചിയെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബീഹാർ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം മുഷഹർ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. SC ആണ് അദ്ദേഹം, മനസ്സിലായി. അവർ എലിയെ ചുട്ട് തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി, നിതീഷ് കുമാർ അയാളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമോ, ഇവിടുത്തെ എല്ലാ സവർണരും വിദേശികളാണ്, അവർ ആര്യന്മാരാണ്. അത് സവർക്കർ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. സവർക്കർ പറഞ്ഞത് മുസ്ലിമുകളും ക്രിസ്ത്യാനികളും വിദേശികളാണ്. ജിതൻ റാം മാഞ്ചി പറയുന്നത് നേരെ. അപ്പോൾ കണ്ടോ, അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ മാറി. പെരിയാർ EV രാമസ്വാമി നായ്ക്കറുടെയും മായാവതിയുടെ വാക്കുകളാണ് ഇപ്പോൾ ജിതിൻ റാം മാഞ്ചി പറയുന്നത്. അപ്പോൾ ജിതിൻ റാം മാഞ്ചിയും മായാവതിക്കൊക്കെ ഒരിക്കലും മതം മാറാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കണോ? അവർക്കില്ലേ സ്വാതന്ത്ര്യം മതം മാറാനല്ലോ, ഉണ്ടല്ലോ. പിന്നെ വേറെ വലിയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ജിന്നാ ഗാന്ധി സംവാദത്തിൻ്റെ ഭാഗമാണ്. എന്താണ് സംവാദം? ഈ SC വിട്ടേക്ക് STകൾ ആരാണ്? ആർ ദേ ഹിന്ദുസ്? നോ, ദേ ആർ ട്രൈബൽസ്. They have never believed in, neither they have believed in Shaivism, nor Vaishnavism, nor the Arya Samajist theories or the Sanatana Dharma. മനസ്സിലല്ലേ, ഇതിലൊന്നും അവർ ബിലീവ്. ഇതിലപ്പുറത്തെന്ത് ധർമ്മമാണോ, ഇതെല്ലാം ഞങ്ങളാണെന്ന് പറഞ്ഞാൽ സാവർക്കറുടെ തിയറി അനുസരിച്ച് എല്ലാം മുസ്ലിമും ക്രിസ്ത്യാനും അല്ലാത്തവരൊക്കെ ഹിന്ദുത്വമാണ്. അങ്ങനെ ഒരു തിയറി നമുക്ക്, ഒരു ഫ്ലാറ്റായിട്ടൊരു തിയറി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ അവകാശത്തെ, അതേമാതിരി തന്നെ ദ്രാവിഡ, മനസ്സിലല്ലേ, ആദി ദ്രാവിഡ, അതായത് തമിഴ്നാട്ടിലെ SC/STകൾ ആർ കോൾഡ് ആദി ദ്രാവിഡ. അവരുടെ റൈറ്റ് ടു കൺവേർട്ട്. കാരണം തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം കൺവേർഷൻ, ക്രിസ്ത്യൻ കൺവേർഷൻ നടക്കുന്നത്, അറിയാലോ. സ്വാതന്ത്ര്യ സമയത്ത് അവർ 1% 2%, ഇപ്പോൾ അവർ 6% മുസ്ലിമുകളെക്കാട്ട് കൂടുതലുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ അവരുടെ റൈറ്റ് ടു ചൂസ് എ റിലിജിയൻ,
ഓഫ് ദെയർ ഓൺ. അതിനെ ഞങ്ങളെങ്ങനെ ചോദ്യം ചെയ്യും? അപ്പോൾ കമ്മിങ് ബാക്ക് അഗെയിൻ, കൺവേർഷൻ ബൈ ഇൻഡ്യൂസ്മെൻറ്റ് ഓർ സംഘടിത കൺവേർഷൻ, അതിനായിട്ട് തന്നെ ഹണ്ടിങ്, അതായത് റീപ്പിംഗ് സോൾസ് എന്നാണ് അതിൻ്റെ ഒരു വാക്ക്. എന്തായാലും അതിൻ്റെ എക്സാക്ട് വേർഡ് ഞാൻ പറഞ്ഞുതരാം. വത്തിക്കാൻ ഉപയോഗിച്ച വാക്കേൻ്റെ ഓർമ്മ ശരിയാണ് അങ്ങനെയാണ്. ഇനിയിപ്പോൾ വെറുതെ ഞാൻ വത്തിക്കാൻ പറഞ്ഞാൽ വേണ്ട, ഞാൻ കേട്ട വാക്കാന്ന് പറഞ്ഞു മനസ്സിലല്ലേ. റീപ്പിംഗ് ദ സോൾസ് എന്ന് പറഞ്ഞ് അത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും ബാധിക്കുന്നില്ല. കാരണം ഒരു തരത്തിലുള്ള സംഘടിതമായിട്ടുള്ള ശ്രമവും മുസ്ലിം സമുദായത്തിൻ്റെ വർഷത്തിൽ നിന്ന് ഇന്ത്യയിലില്ല മതം മാറ്റാനായിട്ട്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഹൂ ഇസ് റൂളിംഗ് ദ ട്രൈബൽ ഏരിയാസ് നൗ ജാർഖണ്ഡ് ഇസ് ട്രൈബൽ, ദാറ്റ് has gone to BJP. ഛത്തീസ്ഗഡ് ഇസ് ട്രൈബൽ, ദാറ്റ് is also gone to BJP. ഞാൻ പറഞ്ഞാൽ അപ്പോൾ ട്രൈബൽ ഡോമിനൻ്റ് ഏരിയാസ് നിന്ന് നമ്മൾ എവിടെയൊക്കെ സംസ്ഥാനങ്ങളുണ്ടാക്കിയോ ആ സംസ്ഥാനങ്ങളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ വെച്ചാൽ ആൻറ്റി മിഷണറി വർക്ക് ഭയങ്കരമായിട്ട് അവരവിടെ ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ദിസ് കൺട്രി ടു ടേൺ ഔട്ട് ഇൻ ടു എ ബാറ്റിൽ ഗ്രൗണ്ട്. ഇത്തരത്തിലുള്ള മതപരിവർത്തനം, ഹിന്ദു മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തു വരുന്നത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആ കൊച്ചിയിലെ പാവക്കുളം അമ്പലത്തിലൊക്കെ ഇതിന് സ്ഥിരം വേദികളുണ്ടായിരുന്നു. എന്തെങ്കിലും കല്യാണം കഴിക്കാനോ അതുപോലെയൊക്കെയുള്ള ആവശ്യത്തിൻ്റെ പേരിൽ 1-2 പേരൊക്കെ ഇടയ്ക്ക് മതം മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിലതെടുത്ത് മാധ്യമങ്ങൾ ഇപ്പോൾ മോദി സർക്കാർ വന്ന പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കാൻ വേണ്ടി പർവ്വതീകരിക്കുകയാണെന്നാണ് സംഘപരിവാർ അവകാശപ്പെടുന്നത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ ഇത് കള്ളത്തരമാണ്. എന്താ കാരണം എന്നറിയോ? നമുക്ക് 20കളുടെ തുടക്കത്തിൽ തൊട്ട് ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായിട്ടുള്ള ഒരു കാരണം ശുദ്ധി, എന്തായാലും ശുദ്ധി എന്നുള്ള ഒരു പുതിയൊരു ശുദ്ധി സംഘട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സംഭവം ആര്യ സമാജ് കൊണ്ടുവന്നു. അത് നമ്മുടെ രാജ്പൂട്ട് വിഭാഗങ്ങളുണ്ട് ഇവിടെ ഉത്തർപ്രദേശിൽ, അവർ ഒറിജിനലി മുസ്ലിങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയാം അവരുടെ പേരുകൾ ഇപ്പോഴും ചൗധരി എന്നൊക്കെ കാണുന്നുണ്ട് ഇപ്പോഴും പേര്. ഇപ്പോൾ നമുക്കറിയാം അഹമ്മദ് പട്ടേലിൻ്റെ പട്ടേൽ. അപ്പോൾ ഇതൊക്കെ ഈ വിഭാഗങ്ങളൊക്കെ ഹിന്ദുയിസത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദയാനന്ദ് സരസ്വതി, സ്വാമി ശ്രദ്ധാനന്ദ്, ഇവരെ കൂടെ വലിയൊരു മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തു. അതിനെതിരായിട്ട് മുസ്ലിങ്ങൾ തബ്ലീഗ് ജമാഅത്തെ ഉണ്ടാക്കി, തിരിച്ച് കൗണ്ടർ തന്നു. അവസാനം എന്തുണ്ടായി? ശ്രദ്ധാനന്ദനെ അബ്ദുൾ റഷീദ് കുത്തിക്കൊന്നതിൻ്റെ ഓർമ്മ മനസ്സിലായി. അങ്ങനെ വലിയ വർഗീയ ലഹളകൾ ഇന്ത്യയിലുണ്ടായി. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് പറ്റും? അങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ നോക്കുക, ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ RDs SC/STs ഗിനിപിക്സ്, നിങ്ങൾക്ക് തോന്നും അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, തോന്നുമ്പോൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. അവരുടെ മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കണം, അവരാൾസോ ദേ ആർ നൗ അവേക്കൻ. ജിതൻ റാം മാജി, മായാവതി, പിന്നെ പെരിയാറിൻ്റെ ശിഷ്യന്മാരാണല്ലോ തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് സംഘപരിവാർ വിചാരിക്കണം അത്ര എളുപ്പമൊന്നുമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ആൾസോ ദേ വിൽ സ്റ്റാർട്ട് ഓർഗനൈസിങ് റെസിസ്റ്റൻസ്. അപ്പോൾ വ്യക്തിഗത മതപരിവർത്തനങ്ങൾ നടക്കട്ടെ, സംഘടിത മതപരിവർത്തനങ്ങൾ നിർത്തുക തന്നെ വേണം, അതിന് ഇറങ്ങുന്ന എല്ലാവരും എന്നാണ് താങ്കൾ ഇപ്പോൾ പറയുന്നതെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് സാമ്രാജ്യത്വത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ചില എവാഞ്ചലിസ്റ്റുകൾ അല്ലേ നടത്തുന്ന ശ്രമങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലേ, ഇപ്പോൾ ഉദാഹരണം ഞാനത് റോമൻ കാത്തലിക് ചർച്ചിനെ പറ്റിയിട്ട് ഞാൻ പറയില്ല. കാരണം എൻ്റെ ഒരു അറിവിലൊരു മാർപ്പാപ്പ ഇവിടെ വന്നിട്ട് മതപരിവർത്തനം ആരും നടന്നായിട്ട് എനിക്കറിയില്ല. പക്ഷേ ചില എവാഞ്ചലിസ്റ്റുകളുടെയൊക്കെ സ്പീച്ചുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ, അപ്പോൾ അവർ ഓഫ്കോഴ്സ് ഞങ്ങൾ അത് വിദേശ പഠനം ഉപയോഗിച്ചിട്ടുള്ള സംഘടിത മതപരിവർത്തന ശ്രമം തന്നെയാണ്. അത് ചില ഗ്രൂപ്പുകളാണ്. നിങ്ങൾ ചില ഗ്രൂപ്പുകളാണ് അവരങ്ങനെ നടത്തുന്നുണ്ട്. അവർ നടത്തുന്നുണ്ട് അല്ലേ. അതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് നിർത്തണം. അതിന് ക്രിസ്ത്യാനിറ്റിയുടെ മെയിൻ ബോഡിയായിട്ട് യാതൊരു ബന്ധമില്ല. ഓക്കെ, ഇപ്പോൾ ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ താലിബാനെ കൊള്ളമായിരിക്കും കുട്ടികൾ. ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ ബോഡിയായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനോ താലിബാനൊന്നും ഒരു ബന്ധമില്ല. ഇസ്ലാമിൻ്റെ മെയിൻ ബോഡി അതായത് 120 crore അല്ലെങ്കിൽ 130 crore മുസ്ലിംസ്, ഇവരായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത്തരം ഇവാഞ്ചലിക്കൽ സംഘങ്ങളുടെ എന്ന് പറഞ്ഞു, അവരുടെ ഈ സംഘടിത മതപരിവർത്തന ശ്രമം വിദേശ ഫണ്ട് ഉപയോഗിച്ച് അതിൽ നിയമം ഇടപെടേണ്ടതുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ പോലും ഞാൻ OP ത്യാഗി ബില്ലിനെ പറ്റി നിങ്ങൾ ഓൾറെഡി അത് OP ത്യാഗി ബില്ല് പാസ്സായില്ല. പക്ഷേ ആൻറ്റി കൺവേർഷൻ ബില്ലുകൾ പല സ്റ്റേറ്റുകളും BJP ഉള്ളപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മതി എന്നുള്ളതാണ് പല ആൾക്കാരുടെ അഭിപ്രായം. പുതിയൊരു ബില്ല് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഹോൾ ഇഷ്യൂ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇതെല്ലാം ഒരു തന്ത്രമാണ്. ഇത് കമ്മ്യൂണൽ മൊബിലൈസേഷൻ. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ബേസിസ്. ഇന്ത്യ വല്ലാതെ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, സംഘടിതമായി വർഗീയവൽക്കരിക്കപ്പെടുന്നു അല്ലേ, സംഘടിതമായി വർഗീയവൽക്കരിക്കപ്പെടുന്നു. അതെങ്ങനെ? ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് വർഗീയവൽക്കരിക്കപ്പെടുന്നു. എന്താണ്? ടു ക്രിയേറ്റ് എ വോട്ട് ബാങ്ക്. ആരാണ് അതിൽ പ്രതികളായി വരുന്നത്? നമുക്ക് എന്താ ആവശ്യമുള്ളത്? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതികളെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും പറയാം. ജവഹർലാൽ നെഹ്റു സെഡ് ദാറ്റ് മെജോറിറ്റി കമ്മ്യൂണലിസം ഇസ് മോർ ഡേഞ്ചറസ് ദാൻ മൈനോറിറ്റി കമ്മ്യൂണലിസം. കാരണം മൈനോറിറ്റി കമ്മ്യൂണലിസം കനോട്ട് ഡു എനിത്തിങ്, ബട്ട് മെജോറിറ്റി കമ്മ്യൂണലിസം വിൽ ലീഡ് ടു ഫാസിസം ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ്.
അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, മനസ്സിലല്ലേ? അപ്പോൾ ഒരു സംശയം വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ ആൾക്കാർ തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയത അത് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി അവർ തീവ്രമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ സംഘടിത മതപരിവർത്തനമൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലും വളരെ വളരെ തീവ്രമായ ചിന്താഗതികൾ, തീവ്രമായ അനുഷ്ഠാന രീതികൾ ഒക്കെ ശക്തമായി വരുന്നില്ലേ? താങ്കൾ പോലും പലപ്പോഴും നേരിടുന്ന എതിർപ്പുകൾ അവരിൽ നിന്നല്ലേ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിശാലമായിട്ടുള്ളൊരു ചിന്താഗതിയൊന്നുമില്ല. അവർക്ക് വലിയ വിവരമില്ല മറ്റുള്ളവരെ പറ്റിയിട്ട്, അല്ലേ? അവരവരുടെ കിതാബ്, അവരുടെ ദൈവം, അവരുടെ നബി ഇതായിട്ട് കൂടിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മതത്തെ ആൾക്കാർ ഇത് പഠിക്കുന്നുണ്ട്, മനസ്സിലല്ലേ? സംഘപരിവാറിൻ്റെ എയിം എന്താണെന്നുള്ളത് നമുക്കറിയാം. വാട്ട് ഈസ് എയിം ഓഫ് ദിസ് കമ്മ്യൂണൽ മൊബിലൈസേഷൻ? വാട്ട് ഈസ് എയിം ഓഫ് ബ്രിങ്ങിങ് ദീസ് തിങ്സ്, പ്രൊവോക്കിംഗ് ദീസ് തിങ്സ്? ഇതിൻ്റെ എയിം വളരെ സിമ്പിളാണ്. ദിസ് ഈസ് ടു ബ്രേക്ക് ദ OBC വോട്ട് ബാങ്ക് ഇൻ നോർത്ത് ഇന്ത്യ. ഇപ്പം ഞങ്ങൾ നവോത്ഥാന സംഘടനകൾ എന്ന് പറയും. അതായത് മുജാഹിദ്, കേരള ജമാഅത്തെ ഇസ്ലാമി, MES, MS, ഇങ്ങനെ 4-5 സംഘടനകളുണ്ട്. മറ്റത് EK വിഭാഗം, AP വിഭാഗം, അത് യാഥാസ്ഥിക വിഭാഗമാണ്. അവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്, അവർക്ക് ചില ഖുറാനിക് ഇൻ്റർപ്രിട്ടേഷൻസ്. അതിൽ ഞാൻ എതിർക്കുന്നില്ല. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട. ചോദ്യം ചെയ്താൽ എൻ്റെ അടുത്തും പണിയൊക്കെ ഉണ്ട്, ഇതല്ലേ? അതാണോ ഈ പർദ്ദ വിവാദത്തിലൊക്കെ ഉണ്ടായത്? ആ പർദ്ദ വിവാദത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, കൈരളിയുടെ എല്ലാ ക്ലിപ്പിങ്സ് ഉണ്ട്. 2 കാര്യമാണ് ഇവർ വലിയ വിവാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, ഇവർ പറയണ ഫസൽ ഗഫൂർ പർദ്ദയെ എതിർത്തുന്നു. ഇത് തെറ്റാണ്. MESൽ 100 കണക്കിന് ആൾക്കാരെ ഭാര്യമാർ പർദ്ദ ഇടുന്നുണ്ട്. നമ്മളെതിർത്തിരിക്കുന്നത് മുഖം മൂടിയ നഖാബിനെയാണ്. മുഖാവരണത്തെയും ആധുനിക വേഷങ്ങളെയും ഒരുമിച്ചാണ് താങ്കൾ രണ്ടിനെ എതിർത്തു. രണ്ടിനെ ഞാൻ എതിർത്തു. അതായത് ഈ വൃത്തികെട്ട ജീൻസ്, എന്തായാലും അതിൻ്റെ വൃത്തികെട്ട രീതിയിൽ അത് ഇടുന്നതിനെ പറ്റിയിട്ട് അതിനൊക്കെ നമ്മൾ രണ്ടിനെ എതിർത്തിട്ടുണ്ട്. താങ്കൾ ഖുർആൻ അനുസരിച്ചല്ല ജീവിക്കുന്നത്, ഹദീസോ എന്താണത് അതനുസരിച്ചല്ല ജീവിക്കുന്നത് എന്നൊക്കെയുള്ള പറഞ്ഞു എന്ന മട്ടിൽ അത് അതായത് ഒരു മീഡിയ, ഒരു പത്രം, ഞാൻ പത്രം തന്നെ മലയാളം മാസിക, അവരെന്നോട് ചോദിച്ചു, താങ്കൾ മതപണ്ഡിതനല്ലല്ലോ എന്നാണ് സമസ്ത പറയുന്നത്, പിന്നെ എന്തിന് ഇസ്ലാമിക കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ മതപണ്ഡിതനല്ല. എനിക്ക് ഖുർആനെ പറ്റി ഹദീസിനെ പറ്റിയിട്ടൊക്കെ വളരെ ലിമിറ്റഡ് നോളജ് ഉള്ളൂ. ഞാനതിൽ പണ്ഡിതനെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിത രീതിയൊക്കെ എൻ്റെ കുടുംബവും ഞങ്ങളുടെ ചുറ്റുവട്ടവും ഞങ്ങളുടെ ചുറ്റുവട്ടുള്ള അനുഷ്ഠാനങ്ങളും, മനസ്സിലല്ലേ, എൻ്റെ കുടുംബത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലെ അനുഷ്ഠാനങ്ങൾ അനുസരിച്ചെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉടനെ തന്നെ അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഞാൻ ഖുർആനും ഹദീസും എനിക്ക് ബാധകമല്ല എന്നുള്ള മട്ടിൽ കൊടുത്താൽ ഇതൊക്കെ മീഡിയയുടെ ഒരു ട്വിസ്റ്റിംഗ് ആണ്. അതേമാതിരി തന്നെ മീഡിയ വേറൊന്ന് ട്വിസ്റ്റ് ചെയ്ത്, വളരെ ഡെഫിനറ്റ് ട്വിസ്റ്റ് ചെയ്താൽ പറഞ്ഞുതരാം. വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തുണി കുറയുന്നത് കൊണ്ട് സംസ്കാരം കൂടുന്നില്ല. അതായത് മിനിസ്കർട്ട് ധരിച്ചുകൊണ്ട് സംസ്കാരം കൂടുന്നില്ല. തുണി കൂടുന്നത് കൊണ്ട് സംസ്കാരം കുറയുന്നുമില്ല. അപ്പോൾ വ്യക്തമല്ല, അതിൻ്റെ അകത്ത് നിങ്ങൾ വെറുതെ ഇട്ടോ അതുകൊണ്ട് സംസ്കാരം കുറയുന്നില്ല എന്നല്ലേ പറഞ്ഞ്. നേരെ ഓപ്പോസിറ്റ് കൊടുത്തു. പിന്നെ നേരെ അങ്ങോട്ട് ഓപ്പോസിറ്റ് കൊടുക്കുന്നു. പിന്നെ വേറെ സംഭവമുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ അവർ ന്യൂസ് വായിക്കുന്നത് വളരെ രസകരമാണ്. അവർ ദേശാഭിമാനിയും വായിക്കില്ല, അവർ ഇന്ത്യൻ എക്സ്പ്രസ്സും വായിക്കില്ല, അവർ മനോരമ വായിക്കില്ല, അവർ ഫേസ്ബുക്കിലാണ് വായിക്കുന്നത്. പമ്പര വിഡ്ഢികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഫേസ്ബുക്കിലെ ചർച്ചകൾ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും വേണ്ടില്ല. എന്താ കാരണം എന്നറിയോ? പക്ഷേ ഒരു ജനറേഷനൊക്കെ അതിനെ വല്ലാതെ ആശ്രയിക്കുന്നു. ആ ജനറേഷന് വിവരമില്ലാത്തതുകൊണ്ടാണ് ആശ്രയിക്കുന്നത്, മനസ്സിലല്ലേ? അവർ വായിക്കാൻ പഠിക്കണം. അതിന് പകരം ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഇതെടുത്ത് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കുറേ പേര് അങ്ങോട്ട് റിയാക്ട് ചെയ്യണം. ഫേസ്ബുക്ക് വിവാദങ്ങളുടെ മാധ്യമമാണ്. ഫേസ്ബുക്ക് വിവാദങ്ങളുടെ മാത്രമല്ല, ഫേസ്ബുക്ക് തോന്നിയാസത്തിൻ്റെ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ വളരെ സൂക്ഷിക്കണം ഈ മാറ്ററിൽ. പെൺകുട്ടികളൊക്കെ വെറുതെ ഇതിലൊക്കെ കയറി, മനസ്സിലല്ലേ, അതിൽ വേണ്ടാത്തതിലൊക്കെ പോയി ഇടപെട്ട് അവസാനം പിന്നെ കരഞ്ഞു വന്നിട്ട് കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീയാണ്, പുരുഷനാണ്. അപ്പോൾ ഇവരിപ്പോൾ വെറുതെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു ഭയങ്കര തമാശ. ഒരു സെക്ഷുവലായിട്ടുള്ള അരാജകത്വം കൂടെ ഫേസ്ബുക്കിലുണ്ട്. ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് നടപടി എടുക്കേണ്ടി വരും. ടീച്ചർമാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വേണ്ടാത്ത ഇടപാടുകൾ വന്ന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ വി വിൽ ടേക്ക് ആക്ഷൻ. MESന്റെ സ്കൂളുകളിൽ ഫേസ്ബുക്ക് നിരോധിച്ചിരിക്കുകയാണ്. നിരോധിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രവേശനം അങ്ങനല്ല, വി ഡിസ്കറേജ് ഇറ്റ്. ഞാൻ ഫേസ്ബുക്കിൽ മെമ്പറല്ല, ഞാൻ അതിൽ മെമ്പറല്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്ന ആൾക്കാർ ചേർന്ന, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഫേസ്ബുക്കിനെ പറ്റി പറഞ്ഞത്.